ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല കൊതിപ്പിക്കുന്ന രുചിയിലുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് ഞാനിതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഒരു നെയ്യിലിട്ടിട്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 4-5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ആ ഒരു ബീട്രൂട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാര ഒരു 1/3 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടാവുള്ളൂ. കുറച്ചും കൂടിയൊക്കെ നല്ല മധുരം വേണമെന്നുള്ളവർക്കാണെങ്കിൽ 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പഞ്ചസാര നമ്മൾ അത്യാവശ്യം ഒരു ബീട്രൂട്ട് വെന്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഈ മധുരം ചേർത്ത് കഴിയുമ്പം പിന്നെ ഇതങ്ങനെ വേവില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ ഒരു പഞ്ചസാരയ്ക്ക് മെൽറ്റായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പശുമ്പാൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പാത്രത്തിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം, ലംസ് ഒന്നുമില്ലാതെ. ഈ ഒരു കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇതേ അളവിൽ അരിപ്പൊടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കാരണം കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കുറുകി കട്ടിയായിട്ട് വരും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ ഞാൻ ഒരു 1.25 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോഴും ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ മറ്റുള്ള ഹലുവയൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ അധികം ടൈമൊന്നും എടുക്കില്ല ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്കായിട്ട് കിട്ടും. കുറച്ചൊന്ന് കട്ടിയാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും 1 പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ബദാം ഞാനിതുപോലെ നെയ്യിൽ വറുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബദാം തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിസ്തയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു പരുവമല്ല നമുക്ക് വേണ്ടത്, കുറച്ചും കൂടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവമാണ് വേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കാണാനും ഒരു ഭംഗിയുണ്ടാവും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ചും കൂടി പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം നമുക്ക് കിട്ടണം. ഇപ്പോൾ ഏകദേശം നമുക്ക് ആ ഒരു പരുവം വന്നിട്ടുണ്ട്. ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ബീട്രൂട്ട് കൊണ്ടുള്ള ഒരു ഹൽവായോ അല്ലെങ്കിൽ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ ഒരു ഡെസേർട്ട് എന്നൊക്കെ പറയാം. ഇത് നമുക്ക് ഗുലാബ് ജാമുനും ഐസ്ക്രീമും കൂടെ നമ്മൾ കഴിക്കുന്ന പോലെ ഈ ഒരു ഡെസേർട്ടും ഇതിൻ്റെ കൂടെ നമുക്ക് ഐസ്ക്രീമും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബീട്രൂട്ടിൻ്റെ ആ ഒരു ചൊവയൊന്നും ഇതിന് വരുമെന്ന് ആരും പേടിക്കണ്ട. തേങ്ങാപ്പാലും മധുരം എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്